നടത്തിയിട്ട് നമുക്ക് കിബിർ ഉണ്ടോന്ന് നോക്കണം. കിബിർ എന്ന് പറയുന്നത് ഗുരുതരമായ തെറ്റാണ് എന്ന് മനസ്സിലായി. ഈമാനുമായി പൊരുത്തപ്പെടാത്ത ഗുരുതരമായ തെറ്റാണ് കിബിർ എന്നത്. കിബിറിനെ എല്ലാവരും പേടിച്ചു. വലിയ വലിയ മഹന്മാരൊക്കെ കിബിറിനെ പേടിച്ചു. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ കിബിർ വരുമോ എന്ന ആശങ്കയാണ് അവർക്കൊക്കെ ഉണ്ടായത്. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മളൊന്ന് ചെറിയൊരു സ്കാനിങ് നടത്തിയിട്ട് ഒന്ന് പരിശോധിക്കും കിബിർ ഉണ്ടോ എന്ന്. അതിന് 5 പരിശോധനയുണ്ട്. കിബിർ ഉണ്ടോ എന്നറിയാൻ 5 വിധത്തിലുള്ള പരിശോധനയുണ്ട്. ഒന്നാമത്തെ പരിശോധന എന്താ? തന്റെ സമന്മാരുമായിട്ട് സംവാദം നടത്തുക, ഏതെങ്കിലും കാര്യത്തിൽ തർക്കിക്കുകയോ വാദിക്കുകയോ ചെയ്യും. അങ്ങനെ തർക്കിച്ചപ്പോൾ മറ്റുള്ളവർ സത്യം പറഞ്ഞു, തന്റെ വാദം പൊളിച്ചു. എന്നാൽ അത് സ്വീകരിക്കാൻ അവന് വൈമനസ്യമുണ്ടോ എന്ന് നോക്കണം. ഒരു വിഷയത്തിൽ ചർച്ച നടന്നു നോക്കുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞത് സ്വീകരിക്കാൻ വൈമനസ്യമുണ്ടോ? തന്നെക്കാൾ വലിയവും പറഞ്ഞത് പറഞ്ഞാൽ ചിലപ്പോൾ സ്വീകരിക്കാൻ വൈമനസ്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. തന്നെ പോലെയുള്ളവരോ തന്നെക്കാൾ ചെറിയവരായ ആളുകളുമായിട്ട് സംവാദം നടത്തി നോക്കുമ്പോൾ അത് അവൻ സത്യം പറഞ്ഞു, അവൻ സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. അവൻ പറഞ്ഞതാണ് ശരി, ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. പക്ഷെ അംഗീകരിക്കാൻ തയ്യാറില്ല. അത് കിബറാണ്. അത് കിബറാണ്. അവിടെ എന്താണ് വേണ്ടത്? അവന്റെ നഫ്സുമായിട്ട് അവൻ ജിഹാദ് നടത്തണം, അവൻ സമരം നടത്തണം, എന്നിട്ട് മനസ്സിനെ തോൽപ്പിക്കണം, ഈ ശൈത്താനെ തോൽപ്പിക്കണം, എന്നിട്ട് സത്യം സ്വീകരിക്കണം. ആ സത്യം വെളിപ്പെടുത്തിയ ആൾക്ക് നന്ദി രേഖപ്പെടുത്തണം, അയാൾക്ക് അഡ്മിറ്റ് ചെയ്യാൻ സമ്മതിച്ചു കൊടുക്കണം, നീ പറഞ്ഞ സത്യമാണെന്ന്. അതാണ് ഇതിനുള്ള ചികിത്സ. രണ്ടാമത്തെ പരിശോധനാ മാർഗം എന്താണ്? തന്റെ സമന്മാരോടൊപ്പം കഴിയുക, എന്നിട്ട് അവരുടെ പിറകിൽ നിൽക്കുക. ഇരിക്കുമ്പോൾ അവരെ മുമ്പിലിരിക്കുക, അവൻ പിറകിലിരിക്കുക. നടക്കുമ്പോൾ അവരുടെ പിറകിൽ നടക്കുക, അവരെ മുമ്പിലാക്കുക. അതിന് അവന് മനസ്സ് സമ്മതിക്കുന്നില്ല. തന്റെ സമന്മാരായ ആളുകളുടെ പിന്നിൽ നടക്കാനും അവിടെ പിന്നിലിരിക്കാനും അവന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല എങ്കിൽ കിബിറുണ്ട്. അപ്പൊ അതിനെ ചികിത്സിച്ച് മാറ്റണം. എങ്ങനെ മാറ്റണം? സദസ്സിൽ എപ്പോൾ ഇരിക്കുമ്പോഴും പിറകിലിരിക്കണം, എപ്പം നടക്കുമ്പോൾ മറ്റുള്ള പിറകിൽ നടക്കുക. അങ്ങനെ ശീലിച്ച് മനസ്സുമായി സമരം നടത്തി വിനയം അവന്റെ സ്വഭാവമാക്കി മാറ്റണം. മൂന്നാമത്തെ മാർഗം എന്താണ്? മൂന്നാമത്തെ മാർഗം പാവപ്പെട്ടവരായ ആളുകളെ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക. മൂന്നാമത്തെ മാർഗം എന്താണ്? പാവപ്പെട്ടവരായ ആളുകളെ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കാൻ വൈമനസ്യമുണ്ടോ നോക്കണം. പ്രമാണിമാര് ക്ഷണിച്ചാൽ, മുതലാളിമാര് ക്ഷണിച്ചാൽ, പ്രശസ്തര് ക്ഷണിച്ചാൽ ഓക്കെ, അവിടെ എങ്ങനെയെങ്കിലും ഒഴിവുണ്ടാക്കി ഓടിയെത്തും. ഏതെങ്കിലും സാധുക്കൾ വല്ല പരിപാടിക്ക് ക്ഷണിച്ചാലോ ഒഴിവില്ല, 100 ഉതിരുണ്ടാവും അവർക്ക്. അപ്പൊ മനസ്സിലാക്കിക്കൊള്ളാൻ കിബിറുണ്ട്. അപ്പോൾ കിബിറുണ്ട്. അവിടെ കിബിറിനെ ഇങ്ങനെ ചികിത്സിക്കണം. പാവപ്പെട്ടവരെ ക്ഷണിച്ചാൽ മറ്റുള്ളവരെക്കാൾ മുൻഗണന കൊടുത്തുകൊണ്ട് അതിൽ പങ്കെടുക്കുക. അങ്ങനെ പങ്കെടുത്തുകൊണ്ട് അതിന് ചികിത്സ നടത്തിക്കൊള്ളണം. നാലാമത്തെ മാർഗം എന്താണ്? സ്വന്തം വീട്ടിലേക്കുള്ള വസ്തുക്കൾ, കുടുംബത്തിലേക്കുള്ള വസ്തുക്കൾ, തന്റെ കൂട്ടുകാരുടെ വസ്തുക്കൾ അത് വാങ്ങിക്കൊണ്ടുപോകുന്നതിന്, അങ്ങാടിയിൽ നിന്ന് പൊതുസ്ഥലത്തിന് വാങ്ങിക്കൊണ്ടുപോകുന്നതിന് വീട്ടിലേക്കോ കുടുംബത്തിലേക്കോ കൂട്ടുകാരിലേക്കോ വേണ്ടി വാങ്ങിക്കൊണ്ടുപോകുന്നതിന് വൈമനസ്യമുണ്ടോ എന്ന് പരിശോധിക്കുക. ഞാൻ പേട്ടിൽ കാണും, ഒരു കിലോ മത്തി എനിക്ക് വാങ്ങുന്നു, 1 കിലോ മത്തി എനിക്ക് പൈനയില്ല. അപ്പെന്താ? തന്റെ കൂട്ടുകാരന് വേണ്ടി മത്തി വാങ്ങി കൊണ്ടുവരിക എന്നത് അത് തന്റെ അന്തസ്സിന് നിരക്കൂല എന്നാണ് അവന്റെ വിചാരം. അപ്പം എന്താന്ന് പറഞ്ഞാൽ ഹംലു ഹാജത്തി നഫ്സിഹി വ അഹ്ലിഹി വ റുഫഖായിഹി മിന സൂഖി ഇലൽ ബൈത്തി. തനിക്കാവശ്യമുള്ള സാധനങ്ങളോ, തന്റെ വീട്ടുകാർക്ക് ആവശ്യമുള്ള സാധനങ്ങളോ, തന്റെ കൂട്ടുകാർക്ക് ആവശ്യമുള്ള സാധനങ്ങളോ വാങ്ങിക്കൊണ്ടുവരാൻ വൈമനസ്യമുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കുക. വൈമനസ്യമുണ്ടോ? കിബിറുണ്ട്. ഒഴിവില്ലാത്തത് കൊണ്ടോ സമയമില്ലാത്തത് കൊണ്ടൊക്കെ സംഭവിക്കാം. ഒഴിവില്ലാത്തത് കൊണ്ടൊക്കെ സംഭവിക്കാം. എന്നാൽ ഒഴിവില്ലാത്തത് കൊണ്ടൊന്നുമില്ല. മൂപ്പരെ കിബിർ കൊണ്ട് സമ്മതിക്കുന്നില്ല എങ്കിൽ അവിടെ അഹങ്കാരമുണ്ട്. ആ അഹങ്കാരത്തിന് ചികിത്സ എന്താ? ചികിത്സ ഈ വൈമനസ്യം നീങ്ങുന്നത് വരെ എന്ത് ചെയ്യണം? ആ പണി അങ്ങോട്ട് എടുക്കുന്നു. വീട്ടിലേക്ക് സാധനം വാങ്ങുക, തന്റെ കൂട്ടുകാർക്ക് സാധനം വാങ്ങിക്കൊണ്ട് കൊടുക്കുക, അയൽവാസികൾക്ക് സാധനം വാങ്ങിക്കൊണ്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്തുകൊണ്ട് അവന്റെ ഈ ദുശീലം മാറ്റിയെടുക്കണം. അതാണ് ഇതിന്റെ ചികിത്സ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന മഹാനായ സഹാബി
വലിയ പ്രഗത്ഭനായ ആളാണ്. ആദ്യം ജൂതമതത്തിലായിരുന്നു, അതിൽ നിന്ന് തൗറാത്തൊക്കെ പഠിച്ച വലിയ വേദപണ്ഡിതനാണ്. ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള വലിയ മഹാനായ സ്വഹാബി. ബഹുമാനപ്പെട്ടവർ ഒരു വിറകിന്റെ കെട്ടിങ്ങനെ ചുമന്നുകൊണ്ടുപോവുക. വിറകിന്റെ കെട്ടി ചുമന്നുകൊണ്ടുപോകുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാർ കണ്ടപ്പോൾ പറഞ്ഞു, ലഖദ് കാന ഫീ ഗിൽമാനിക്കവോ ബൈനിക്കമായി യഖുഫൂനക. ഓ, നിങ്ങൾ എന്തിനായി ചുമന്നുകൊണ്ടുപോകുന്നു? നിങ്ങളുടെ വേലക്കാരുടെ കൂട്ടത്തിൽ ചുമക്കാൻ ആളുണ്ടല്ലോ, നിങ്ങളുടെ മക്കളുടെ കൂട്ടത്തിൽ ചുമക്കാൻ ആളുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, അജൽ ഉണ്ട്. വലാകിൻ അറതു അൻ യുജദിബ നഫ്സി ഹൽ തുൻകിറു ദാലിക. എന്റെ സ്വന്തം മനസ്സിന് വൈമനസ്യമുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കാം, എനിക്ക് കിബറുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കാം. ഈ വിറകിന്റെ കെട്ട് അങ്ങാടിയിലൂടെ ഞാൻ ചുമന്നു കൊണ്ടുപോകുമ്പോൾ എനിക്ക് മനസ്സിന് വല്ലായ്മയോ വൈമനസ്യമോ വൈമുഖ്യമോ വരുന്നുവെങ്കിൽ എനിക്ക് കിബറുണ്ട്. അങ്ങനെ കിബർ ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് കൊണ്ടുപോകാൻ ആളില്ലാത്തത് കൊണ്ടല്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലാം തങ്ങൾ പറയുക. അഞ്ചാമത്തെ പരിശോധന കഴിഞ്ഞു, ഇതോടുകൂടി നിർത്താൻ പോവാം. അഞ്ചാമത്തെ പരിശോധന കിബർ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാനുള്ള സ്കാനിങ്. അഞ്ചാമത്തേത് എന്താ? സാധാരണ വസ്ത്രം അണിയുന്നതിന് വൈമനസ്യമുണ്ടോ നോക്ക്. ആളുകളുടെ ഇടയിൽ കൂടുമ്പോൾ, ഒരു സദസ്സിൽ പങ്കെടുക്കുമ്പോൾ സാധാരണ വസ്ത്രം, മുന്തിയ വസ്ത്രം ധരിച്ചെങ്കിലേ കല്യാണത്തിന് പോയിക്കൂടൂ, സദസ്സിലേക്ക് പോയിക്കൂടൂ, സമ്മേളനത്തിന് പോയിക്കൂടൂ, ആൾക്കൂട്ടത്തിലേക്ക് പോയിക്കൂടൂ എന്ന വാശിയുണ്ടോ? നക്കിബറുണ്ട്. സാധാരണ വസ്ത്രം ഞാൻ മുഷിഞ്ഞ വൃത്തിയട്ട വസ്ത്രം ധരിക്കാന്നല്ല, സാധാരണ വസ്ത്രം ധരിച്ചുകൊണ്ട് ആൾക്കൂട്ടത്തിലേക്ക് പോകാൻ വൈമുഖ്യമുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കിബറാണ്.